ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും അതിൻ്റെ കൂടെ ഒരു ഹൈപ്പും ഒക്കെ നമുക്ക് നൽകിയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കണം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു പാഴ്സൽ വന്നു നമ്മുടെ വൈജയന്തിക്ക്. അപ്പൊ വൈജയ്ക്ക് പാഴ്സൽ വന്നു. അത് നമ്മുടെ അലീന മേടിച്ച് വൈജയ്ക്ക് കൊണ്ടു കൊടുക്കാൻ തുടങ്ങുക. അലീന അത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീനയ്ക്ക് മനസ്സിലായിട്ടോ എന്തോ ഫുഡ് ഐറ്റംസ് തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്തു, അലീന നേരെ വൈജയ്ക്ക് കൊടുക്കണമല്ലോ, നേരെ ഡോറിൽ പോയി ഇങ്ങനെ കൊട്ടുകയാണ്. അപ്പൊ ഡോറിൽ പോയി കൊട്ടിയതും നമ്മുടെ വൈജ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ദേ മേഡത്തിനൊരു പാഴ്സൽ ഉണ്ട്, ഇപ്പൊ അവർ കൊണ്ടു തന്നതേ ഉള്ളൂ, ഇന്നാ മേഡം എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ വൈജ ആ പാഴ്സൽ ഇങ്ങനെ മേടിച്ചു കേട്ടോ. എന്താട്ട് കടിച്ചു കീറുന്ന പോലെയാണ് പാഴ്സൽ ഇങ്ങനെ മേടിക്കുന്നത്. അങ്ങനെ മേടിച്ചപ്പോഴത്തേക്കും അല്ല മേഡം, ഇതെന്താ മേഡം? അപ്പോഴത്തേക്കും വൈജ ആണെങ്കിൽ ദേ നീയേ എന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വരരുതേ, നിന്റെ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടാണോ നീ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ മേഡം, ഇത് എൻ്റെ വീടല്ലല്ലോ, ഇത് മേഡത്തിന്റെ വീടല്ലേ, അല്ല ഇത് അച്ഛന്റെ വീടല്ലേ. അപ്പോഴത്തേക്കും ആ ഒരു ഇതുണ്ടല്ലോ നിനക്ക്, ഇത് ബാലചന്ദ്ര മേനോന്റെ വീടാണെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ നിനക്ക്. നീ ഇവിടെ താമസിക്കുന്നത് കണ്ടാലേ, നീ ഇവിടെ അധികാരം എടുക്കുന്നത് കണ്ടാലേ എല്ലാവർക്കും തോന്നും നീയാ ഈ വീട്ടിലെ അധികാരി അവകാശി എന്നൊക്കെ. അതുപോലെയാണല്ലോ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. എന്നിട്ട് അവൾ ചോദിക്കുന്നു എന്താണ് ഏതാണ് പോലും അറിഞ്ഞിട്ട് എന്തിനാ? അല്ല മേഡം, എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഫുഡാന്നാ തോന്നിയത്. ഇവിടെ ഞാൻ ആവശ്യത്തിന് എല്ലാവർക്കും ഫുഡ് വെച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ മേഡം പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തതെന്ന് വെച്ചപ്പോഴത്തേക്കും നീ ചോദ്യം ചെയ്യാറായല്ലേ, പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തത് എന്തിനാണ് പോലും? എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കൂടി. എടി നിന്റെ എച്ചില് കഴിക്കാനേ എനിക്കിപ്പം മനതില്ല, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും. അല്ലെങ്കിൽ വൈജ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി വൈജ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കില്ലടി. അതിന്റെ കണക്കും പേരും ഒന്നും എനിക്ക് കിട്ടണ്ട. എനിക്ക് അഭിമാനം ഉണ്ടല്ലോ, അഭിമാനം. മേഡത്തിന് അഭിമാനം ഉണ്ടെന്ന് എനിക്കറിയാം. മേഡം ഈ കാണിക്കുന്ന അഭിമാനം ഉണ്ടല്ലോ, ഒരു ദിവസം അത് പൊട്ടി തകർന്നു പോകും. അന്ന് മേഡം തകർന്ന് തരിപ്പണമായി പോകും. പിന്നെ തകർന്ന് തരിപ്പണമായി. ഇതിൽ കൂടുതൽ എന്താടി തകർന്ന് തരിപ്പണമാകാനിരിക്കുന്നത്? ഭർത്താവിനെ നീ കൊണ്ടുപോയി. ഇപ്പൊ 3 മക്കളുണ്ടായിരുന്നു, അതിലൊരെണ്ണത്തിന് നീ ആദ്യം എന്തൊക്കെയോ കാണിച്ച് കൈവശപ്പെടുത്തി സോപ്പിട്ട് കയ്യിലെടുത്തു. ഇപ്പം ബാക്കി 2 എണ്ണത്തിനെയും കൂടെ നീ നിന്റെ വശത്താക്കിയില്ലേടി. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? നീയേ അവരെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാ മതി. നീ കൂടുതൽ എന്റെ കാര്യം നോക്കാൻ വരണ്ട. എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം. അവരെയൊക്കെ ചിലപ്പോൾ നിനക്ക് കൈവശം കൊടുത്ത് വശത്താക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെ ഈ വൈജയനെ കൈവശം കൊടുത്ത് വശത്താക്കാൻ വേണ്ടി നീ ശ്രമിക്കണ്ടടി. അല്ലെങ്കിലേ എനിക്കിതൊക്കെ തന്നെ വേണം, എനിക്കിത് തന്നെ വേണം. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, മാറിപ്പോ എന്ന് പറഞ്ഞ് വാതിൽ ഒരു ഒറ്റ അടച്ചു കേട്ടോ. എന്ത് ചെയ്യാനാണ്? അപ്പം ഈ ഡെലിവറി, അതായത് അവിടെ ഒരു ഡെലിവറി ബോയ് വന്നല്ലോ, നമ്മുടെ ബാലചന്ദ്രൻ ഇറങ്ങി വരികയാണ്. അപ്പൊ ബാലചന്ദ്രൻ ഇറങ്ങി വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ എന്താ മോളെ, ആരാ മോളെ വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാജിയൊക്കെ വന്നായിരുന്നല്ലോ, അപ്പൊ ആരാന്നറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്, ഇനിയിപ്പൊ അങ്ങനെ ആരെങ്കിലും വന്നാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ബാലചന്ദ്രൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അത് പിന്നെ ഇവിടെ ഒരു ഡെലിവറി ബോയ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എന്തിനാ വന്നത്, എന്ത് പാഴ്സൽ കൊണ്ടാ വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മേഡത്തിനാണ്. മേഡത്തിന് എന്ത് പാഴ്സല്? അത് ഫുഡാണെന്ന് തോന്നുന്നു സാറേ. അല്ല സാറേ എന്നല്ല അച്ഛാ, ഫുഡാന്ന് തോന്നുന്നു പറഞ്ഞു. ഫുഡോ? ഇവിടെ ഫുഡ് ഉണ്ടല്ലോ, പിന്നെന്തിനാ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നത്? അല്ല നിന്നോട് പറഞ്ഞോ ഫുഡാണെന്ന്? മേഡം എന്നോട് പറഞ്ഞു. അതെ അച്ഛാ, ചോദിക്കാനൊന്നും പോകണ്ട കേട്ടോ, എന്തിനാ വെറുതെ. മേഡത്തിന് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ലേ, കഴിക്കണ്ട. അതങ്ങനെ ഇരുന്നോട്ടെ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കാണ്ടെന്ന് പറഞ്ഞപ്പോ ഇവിടെ നിൽക്കുന്നവരെ ഇവിടെ വെക്കുന്ന ഫുഡ് കഴിച്ചാൽ മതി, അല്ലാതെ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാനേ ഞാൻ സമ്മതിക്കത്തില്ല. അത് അവസാനമായിട്ട് ഞാൻ പറയാ. ഇനി ആരെങ്കിലും ഇവിടെ നിന്ന് പുറത്തുനിന്ന് വല്ല ഓർഡർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെറിയും ഞാന്. ഭക്ഷണത്തിനോടും ദേഷ്യം പിടിപ്പിക്കരുതെന്ന് പറഞ്ഞേക്കണം എല്ലാത്തിനോടും പറഞ്ഞപ്പോഴത്തേക്കും വൈജ ഇതൊന്ന് കേൾക്കണം കേട്ടോ. വൈജയുടെ റൂം അറിയാലോ, താഴെയാണല്ലോ. അപ്പൊ വൈജ ഇതൊന്ന് കേൾക്കുന്നുണ്ട്. വൈജ വാതിൽ ഇങ്ങനെ തുറന്നൊരു ഒറ്റ നോട്ടം നമ്മുടെ അലീനയും നോക്കുന്നുണ്ട്, ബാലചന്ദ്രനെയും നോക്കുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രൻ അതായത് കൂട്ടി പറയാ. വൈജ ഇത് കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രനെ പറയാനുള്ള ഒരു ധ്വര അങ്ങോട്ട് കൂടിയിട്ട്
ആരും ആരും ഈ ബാലചന്ദ്രനെ അനുസരിക്കാതെ ഈ വീട്ടിൽ കഴിയണ്ട. മതി എല്ലാവരും. ഇത്രയും നാളും ബാലചന്ദ്രനെ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിച്ചത് മതി. ഇനി ആരും ബാലചന്ദ്രനെ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കാൻ നോക്കണ്ട. ബാലചന്ദ്രന്റെ വീടാ ഇത്. അല്ലാതെ ഇതേ അങ്ങ് കൈതപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന സ്വത്ത് കൊണ്ടോ സ്വർണം കൊണ്ടോ ഒന്നും മേടിച്ചതല്ല. ചോര നീരാക്കി വേർത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ ഇത്. അതിനൊരു നിലയും വിലയും ഉണ്ട്. ദേ ഞാൻ പറയുന്നത് കേട്ട അനുസരിച്ച് നിന്നോണം എന്ന് പറഞ്ഞ് അലീനയുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ വൈജയോട് പറയാനുള്ളതെല്ലാം ഏകദേശം പറഞ്ഞു തീർക്കാണ്. വൈജ ആണെങ്കിൽ പെരുകി പെരുകി ശ്വാസം മുട്ടി ദീർഘശ്വാസം എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം വൈജയ്ക്കിട്ട് കൊടുത്താണ്. വൈജയ്ക്ക് കാലി വന്നിട്ട് വൈജ വാതിലടച്ചിട്ട് ഇവിടെ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല, അത് ഇവിടെ ശ്വാസം മുട്ടി കിടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന ബാലചന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. പോട്ടെ സാരമില്ലച്ച, എന്തെങ്കിലും ഒരു ദിവസം അമ്മയ്ക്കെല്ലാം മനസ്സിലാവൂലോ, അമ്മയ്ക്കെന്നല്ല മേഡത്തിനെല്ലാം മനസ്സിലാവൂലോ. മനസ്സിലാക്കി കൊടുക്കാടി ഞാനൊക്കെ, എല്ലാം ഞാനൊക്കെ മനസ്സിലാക്കി കൊടുക്കാം. അന്നേ അവൾ ഉണ്ടാവത്തില്ല ജീവനോടെ. അവളത് പരലോകത്തേക്ക് ആകുമ്പോഴായിരിക്കും എല്ലാ സത്യങ്ങളും അവൾ അറിയുന്നത്. അന്ന് അവൾ അനുഭവിക്കും, നീ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീനോട് പറഞ്ഞിട്ട് ബാലചന്ദ്രന് എനിക്ക് പുറത്തു വരെ പോകാനുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പൊ ഈ സമയത്ത് പിന്നെ നമ്മുടെ രോഹിത്തിനാണ് കാണിക്കുന്നത്. അപ്പൊ രോഹിത് ഇങ്ങനെ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും അലീന അങ്ങോട്ടേക്ക് ചെന്നിട്ട് അതേ ഇന്ന് മുതല് ഭക്ഷണം ഇവിടെ കൊണ്ടുതരുന്ന കാര്യം ഇല്ലാട്ടോ. ഇന്ന് മുതൽ ഭക്ഷണം താഴെ ഡൈനിങ് ടേബിൾ വരെ എത്തത്തുള്ളൂ. അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുമ്പം അലീന ചേച്ചി, എനിക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു നാണക്കേട് തോന്നുക. എൻ്റെ പെങ്ങന്മാരുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും എല്ലാവരെയും ഫേസ് ചെയ്യാൻ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ, അപ്പൊ നിനക്ക് എന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലേ? അലീന ചേച്ചിയെ ഫേസ് ചെയ്യാൻ എനിക്കിപ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം അലീന ചേച്ചി ഇപ്പൊ എന്തോ എനിക്കറിയില്ല. അലീന ചേച്ചി എനിക്കിപ്പം ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ബാക്കിയുള്ളവരെ നോക്കാനും കാണാനും ഒക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പം, രോഹി ഞാൻ പറയുന്നത് കേൾക്കണം. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞൊരു കണ്ണാടി എടുത്ത് കൊടുക്കാണ്. കണ്ണാടി എടുത്തു കൊടുത്തിട്ട് ഇത് ആരാന്നറിയാമോ? ഇതല്ലേ രോഹിത്. ഈ രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കിയേ. പഴയ ആ രോഹിത്താണോ ഇത്? ഒരിക്കലും പഴയ രോഹിത്തല്ല. ഈ രോഹിത്തിനെ കാണാനായിട്ട് നിന്റെ അനിയത്തിമാരെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ നിന്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, നിന്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രോഹിത്തിനെ നമുക്കൊന്ന് കാണണ്ടേ, നമുക്കൊന്ന് കാണിക്കണ്ടേ? ഈ കണ്ണാടി കാണുന്ന രോഹിത്താണ് പുതിയ രോഹിത്ത്. ഈ പുതിയ രോഹിത്തിനെ എല്ലാവർക്കും ഒത്തിരി 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 ഇഷ്ടമാണ്. ഈ പുതിയ രോഹിത്ത് ഉണ്ടല്ലോ, നീ വിചാരിക്കുന്ന ആളൊന്നും അല്ല. അവൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അറിയാം. അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ജീവിതത്തിന്റെ പാകതയും പക്വതയും അത് തിരിച്ചറിഞ്ഞൊരു രോഹിയാണ്. അപ്പൊ അതുകൊണ്ട് രോഹിത്ത് പേടിക്കണ്ട. പിന്നെ ഈ കണ്ണാടിയിലുള്ള രോഹിത്തിനെ ഈ രോഹിത്തെ സ്നേഹിച്ചു തുടങ്ങണം. എങ്കിൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ സ്നേഹിച്ചു തുടങ്ങത്തുള്ളൂ. ആദ്യം നമുക്ക് നമ്മളോട് തന്നെ ഒരു വിലയും മതിപ്പും ഒക്കെ ഉണ്ടാകണം. അതേ രോഹിത്ത് ചില്ലറക്കാരനൊന്നും അല്ല, അറിയാമോ? രോഹിത്തിനെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. രോഹിത്തെ അന്ന് ആ റേപ്പ് ലിസ്റ്റിൽ പെടാതിരുന്നത് എന്തുകൊണ്ടാ? ബാലചന്ദ്രന്റെ മോനായതുകൊണ്ട് മാത്രാണോ? ഒരിക്കലും അല്ല. അത് രോഹിത്തിന്റെ കഴിവാണ്. രോഹിത്തിന് പെങ്ങളായിട്ടും അതുപോലെ അമ്മയായിട്ടും കാണാനുള്ളൊരു കഴിവുണ്ട്. അത് രോഹിത്തിന്റെ ക്രെഡിറ്റ് അല്ലേ? അല്ലെങ്കിൽ അവന്മാരെ പോലെ ആവില്ലായിരുന്നോ രോഹിത്ത്? പിന്നെ രോഹിത്തും അവന്മാരും തമ്മിൽ ഒരു വ്യത്യാസം കാണില്ലായിരുന്നല്ലോ. ഇപ്പൊ അതുപോലെയല്ല. രോഹിത്തെ നീ ഉണ്ടല്ലോ, പ്രൗഡാ, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രൗഡ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രോഹിത്തിന് തന്നെ എന്തോ ഒരു ആത്മവിശ്വാസം എവിടെ നിന്നൊക്കെയോ പൊട്ടിമുളച്ച് വരുന്ന പോലെ തോന്നുകയാണ് കേട്ടോ. രോഹിത്ത് അവിടുന്ന് പതിയെ എണീറ്റിട്ട് അലീനയോട് പറഞ്ഞു, കുഴപ്പമില്ലല്ലേ, അപ്പം എനിക്ക് പുറത്തൊക്കെ പോകാല്ലേ? നിനക്ക് പുറത്ത് പോകണോ? ഇനി പുറത്ത് ഞാൻ കൊണ്ടുപോകാമല്ലോ. അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നത്? അല്ല, എന്നെ കൊണ്ട് പുറത്തു പോയാല് നാട്ടുകാര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ? ആര് പറയാനാ? അതെ, നിനക്കറിയാമോ ശരണ്യനെ? ആ ശരണ്യനെ ഞാൻ കാണാൻ പോയിരുന്ന ഒരു ദിവസം. അന്ന് ആ ശരണ്യയുടെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് എന്നെ പെട്രോളും മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തു പറ്റി? എന്നെ രക്ഷപ്പെടുത്താൻ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അതുപോലെ നമുക്ക് ഒരു വിധിയുണ്ട്. ആ വിധിയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല രോഹിത്തെ. അതുകൊണ്ട് രോഹി ഇറങ്ങി വന്നേ എന്നും പറഞ്ഞ് രോഹിനെ കൂട്ടി താഴേക്ക് ഇറങ്ങി പോവാണ്. സ്റ്റെയർ ഇറങ്ങി താഴേക്ക് ഇറങ്ങി പോവാ.
രോഹിത്തിന് താഴേക്ക് നടന്നിറങ്ങി ചെല്ലാൻ വല്ലാത്തൊരു മടിയും വെപ്രാളവും ഒക്കെ ആണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോളും അതുപോലെ ബബിതയും താഴെ തന്നെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പൊ ഡൈനിങ് ടേബിളിന്റെ അവിടെ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ രോഹിത് ഇറങ്ങി വരുന്നത് കണ്ടതും ബബിത ഒന്ന് നോക്കി. ബബിത നോക്കി, കൃഷ്ണമോളും നോക്കി. വല്ലാത്ത സന്തോഷം. ആ സ്റ്റെയർ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ എന്തോ മനസ്സിനൊക്കെ വല്ലാത്തൊരു സന്തോഷം തോന്നും കേട്ടോ. മാത്രമല്ല നമ്മുടെ രോഹിത്തിന്റെ മാറ്റം, രോഹിത് മുടിയൊക്കെ വെട്ടി നല്ല കുട്ടിയായല്ലോ. അപ്പൊ ആ ഒരു മാറ്റമൊക്കെ ഇവര് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താ ആങ്ങളെ ഇങ്ങനെ പെങ്ങന്മാരിങ്ങനെ നോക്കുന്നത്? ദേ അങ്ങനെ നോക്കാനൊന്നും ഇല്ലാട്ടോ. ഈ വരുന്നതേ ആ പഴയ രോഹിത്തൊന്നും അല്ല. ഇത് പുതിയ രോഹിത്താ, നമ്മുടെ പുതിയ രോഹിത്ത്. ഏതായാലും പറയാനുള്ളതും ചോദിക്കാനുള്ളതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണ രോഹിത്തിന്റെ അടുത്തേക്ക് വന്നു കേട്ടോ. രോഹിത്തിന്റെ അടുത്തേക്ക് കൃഷ്ണ വന്നതും ഏട്ടൻ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, നമ്മുടെ രോഹിത് പറഞ്ഞു ഓക്കെയാ. അല്ല മോളെ, നീ ഓക്കെ ആണോ? നീ സ്കൂളിൽ പോയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പോ സ്കൂളിൽ പോകുന്നുണ്ട്. അതെ, ഞാൻ മാത്രല്ല ബബിതേച്ചിയും സ്കൂളിൽ പോകുന്നുണ്ട്. അതെ ഏട്ടൻ വാ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നേരെ നമ്മുടെ കൃഷ്ണമോളെ വന്ന് പിടിച്ചു കേട്ടോ. കൃഷ്ണമോളെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോളെ എന്താ ഏട്ടൻ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പം ഏട്ടൻ കാരണം ഒരുപാട് വേദനിച്ചല്ലേ നിങ്ങള്, ഏട്ടൻ കാരണം ഒരുപാട് നാണം കെട്ടല്ലേ നിങ്ങള് എന്ന് പറയുമ്പോഴത്തേക്കും കൃഷ്ണമോള് ചെന്ന് ഇങ്ങനെ കെട്ടി അങ്ങ് പിടിച്ച് തോളിൽ ഇങ്ങനെ കിടന്നു കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ബബിതയുടെയും കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത പറഞ്ഞു, വേണ്ട ഏട്ടാ, രോഹിയേട്ടന് ഇങ്ങനെയൊന്നും പറയല്ലേ. രോഹിയേട്ടൻ കാരണം ഞങ്ങൾ വേദനിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. രോഹിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ രോഹിയേട്ടൻ പുറത്തു വന്നത്. അതുകൊണ്ട് രോഹിയേട്ടൻ പഴയതൊക്കെ മറക്കണം. പുതിയ രോഹിയേട്ടൻ അത് മതി ഞങ്ങൾക്ക്. പുതിയ രോഹിയേട്ടനെ മതി. ആ പഴയ രോഹിയേട്ടനെ ഞങ്ങൾക്ക് വേണ്ട. പുതിയ രോഹിയേട്ടൻ. ഞാനും ഒരുപാട് മാറ്റം സംഭവിച്ചാ ഇവിടെ നിൽക്കുന്നത്. അലീന ചേച്ചി ആരാ എന്താ എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ. അതുപോലെ രോഹിയേട്ടനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് പറയാ, വേണ്ട, ഇനി ഒന്നിനും പോകണ്ട. അലീന ചേച്ചി പറയുന്നത് കേട്ട്, അച്ഛനൊക്കെ പറയുന്നത് കേട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രോഹി അവരെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ വരിക. ബാലചന്ദ്രൻ ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് ബാലചന്ദ്രൻ അങ്ങ് സന്തോഷം വന്നിട്ട് നിൽക്കാൻ വയ്യ. ബാലചന്ദ്രൻ അലീനെ ബാലചന്ദ്രനെ നോക്കിയിട്ട് എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പൊ ബാലചന്ദ്രൻ നോക്കിയപ്പോഴത്തേക്കും 3 പേരും കൂടെ നിന്ന് പൊട്ടിക്കരയുന്നു. 3 പേരും കൂടെ ആ ഒരു സന്തോഷത്തിന്റെ ആ ഡീപ്പ് ലെവലിൽ പോയി സങ്കടമാണോ സന്തോഷമാണോ അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വന്നതും നമ്മുടെ രോഹിത് ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛ എന്നും പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും എന്താ മോനെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നുമില്ല അച്ഛ, ഒരിക്കലും ഇനി ഈ രോഹിത് പഴയ രോഹിത് ആവില്ല കേട്ടോ. ഒരിക്കലും ഈ രോഹിത് ഇനി ധിക്കാരം കാണിക്കില്ല കേട്ടോ. പറയുന്നത് കേൾക്കാതിരിക്കില്ല കേട്ടോ. ഈ രോഹിത് ഒരുപാട് പഠിച്ചു വച്ച ആര് എപ്പോ സ്നേഹിക്കണം, ആരെ എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ ഒരുപാട് പഠിച്ചു. ഈ നിൽക്കുന്ന അലീന ചേച്ചി ഇപ്പൊ എന്റെ സ്വന്തം ചേച്ചി തന്നെയാ. അലീന ചേച്ചീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തില്ലായിരുന്നു. എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് തന്നെ ദൈവം തന്നെ അലീന ചേച്ചിയാ ശരി, അലീന ചേച്ചി തന്നെയാ ശരി എന്നൊക്കെ പറയാം. ഇത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രമേനോട് സഹിക്കാൻ പറ്റുന്നില്ലാത്ത ബാലചന്ദ്രമേനോട് എന്ത് പറയാ, ഇനി ഒരിക്കലും ഞാൻ കാരണം നിങ്ങൾക്കാർക്കും ഒരു വിഷമം ഉണ്ടാവത്തില്ല. നിങ്ങൾ പറയുന്നത് എന്ത് ഞാൻ കേൾക്കും, അച്ഛൻ പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കും. ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കാൻ പോവില്ല, ഒരു കൂട്ടുകെട്ടിലും ചെന്ന് ഞാൻ അകപ്പെടില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ മേനോൻ പോട്ടെ മോനെ പോട്ടെ, സാരമില്ല പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ തലോടുകയും കൊട്ടുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും പറയാനോ ഒത്തിരി ചോദിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീനയുടെ മുമ്പിലേക്ക് വരുന്നൊരു ബാലചന്ദ്രനുണ്ട്. അയ്യോ, എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് വരുന്നൊരു ബാലചന്ദ്രൻ തന്റെ മക്കളെ തിരിച്ചു കൊടുത്ത നമ്മുടെ അലീനയോട് എങ്ങനെ എന്താ പറയാ, എന്ത് പ്രായച്ചിത്തം ചെയ്താലാ അതൊക്കെ അതിന്റെ ആ ഒരു കടം തീരുക എന്നറിയത്തില്ലാത്തൊരു ബാലചന്ദ്രനുണ്ട്. അങ്ങനെ അലീനയുടെ അടുത്ത് വന്നിട്ട് എങ്ങനെയാണ് നിനക്ക് ഇതൊക്കെ സാധിക്കുന്നത്, എങ്ങനെയാണ് എല്ലാവരെയും നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്? നീ ഒരു മാജിക് തന്നെ ഇവിടെ ഈ വീട്ടിൽ സൃഷ്ടിച്ചേക്കുന്നത്, ഒരു മായാജാലം തന്നെയാണല്ലോ അലീന നീ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ മായാജാലവേ എന്നെ പഠിപ്പിച്ച എന്റെ ബ്രിജിത്താമ്മയാ, എന്റെ ബ്രിജിത്താമ്മയുടെ കൈ